ആ വന്നോ? ആ വന്നു. ഇനി ഉപദേശം തുടങ്ങിക്കോളി. ഉപദേശമൊക്കെ നിർത്തി. താങ്ക് യു. നിന്നെ ഇനി വീട്ടിലേക്ക് കയറ്റണ്ടെന്നാ വല്യൊക്കെ പറഞ്ഞത്. ഓഹോ, വീട്ടിലെ ഭരണം എന്നാണാവോ വല്ലിക്കാൻ്റെ കയ്യിലെത്തിയത്? അവരെങ്ങനെ പറയുന്നതാണോ തെറ്റ്? അതെ, അവർക്കങ്ങനെ പറയാനുള്ള അവകാശമില്ല. കാരണം എൻ്റെ 2 ജ്യേഷ്ഠന്മാർക്കുമുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുമുണ്ട്. അതുപോട്ടെ, ഉപ്പ എന്തെങ്കിലും പറഞ്ഞോ? ഉപ്പയാണിത് പറഞ്ഞെങ്കിൽ പടച്ചോനാണ് സത്യം. പിന്നെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കാലുകുത്തൂല. എന്നെ ആർക്കും വേണ്ട. വീട്ടിലും നാട്ടിലും ഞാനൊരു താന്തോന്നി. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാനത് ചെയ്തിട്ടില്ല. എന്നിട്ടും ഉപ്പ എന്നെ തള്ളി പറഞ്ഞോട്ടെ, ഞാൻ ക്ഷമിക്കും. ഇക്കാക്കമാരെന്നെ തല്ലി ചതച്ചോട്ടെ, ഞാൻ സഹിക്കും. പക്ഷേ ഒരു ഉമ്മ സ്വന്തം മക്കളെ തള്ളി പറയുന്നത് ലോകത്തിൽ ഒരു മകനും സഹിക്കൂല. എൻ്റെ ഈ അനുഭവം ലോകത്തിൽ മറ്റാർക്കും ഉണ്ടാവരുതേ. ബെസ്റ്റ്. നിങ്ങളുടെ മുമ്പിൽ മമ്മൂട്ടി ഒന്നുമല്ല. അഭിനയത്തിനുള്ള ഈ വർഷത്തെ ദേശീയ അവാർഡിന് സാധ്യത കാണുന്നുണ്ട്. ആ പൊയ്ക്കോ പൊയ്ക്കോ. ഒരു ദിവസം ആ മുഖംമൂടി ഞാൻ വലിച്ചു കീറും. അത് മുഖംമൂടി അല്ലടാ, ഹെൽമെറ്റാ. അതെനിക്കറിയാം. ഞാനൊരു സാഹിത്യം പറഞ്ഞതാ. ഓ അത് ശരി. വെറുതെ അല്ല നാട്ടുകാർ വീരപ്പൻ എന്ന് പേരിട്ടത്. എന്താടാ പറഞ്ഞത്? ഒരു നെയ്യപ്പം തിന്നാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതാണേ. ടാടാടാ, അധികം വിളച്ചിലെടുക്കല്ലേ. ജ്യേഷ്ഠന്റെ മോനാണെന്ന് ഞാൻ നോക്കില്ല. ചാവിട്ടി നിന്റെ നാട്ടിൽ ഞാൻ ഓടിക്കും. എടാ, സംഗതി സീരിയസ് ആയി മാറുന്നുണ്ട്. നമുക്ക് സ്ഥലം വിടാം. യു ആർ കറക്റ്റ്. എന്താ മുതലാളി? പുതിയ മഹൽ പ്രസിഡന്റിനെ പറ്റി എന്താ എൻ്റെ അഭിപ്രായം? എനിക്ക് വളരെ നല്ല അഭിപ്രായം. പുതിയ പ്രസിഡന്റിനെ പോരെ നാടാ അണക്ക് ചോറ്. ക്ഷമിക്കണം മുതലാളി, ഞാൻ അറിയാതെ സത്യം പറഞ്ഞു പോയതാ. എന്നാ മാറ്റി പറടാ കുതിരെ. ഇജാതി ഒരു തല്ലിപ്പൊളി പ്രസിഡന്റിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മൂപ്പരൊക്കെ പ്രസിഡന്റ് ആക്കിയ ആൾക്കാർ ആദ്യം ചവിട്ടണം. ഈ മഹലില് പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ഈ നിൽക്കണ മുതലാളിയാ. ഈ പറഞ്ഞ എല്ലാം നേരാണോ കോയ? 100 വട്ടം നേരാ മുതലാളി. പിന്നെ എന്തേ ഇന്നെ ആരും പ്രസിഡന്റ് ആക്കാഞ്ഞത്? അത് കമ്മറ്റിക്കാർക്ക് വിവരമില്ലാത്തോണ്ട്. ഈ ഒരു കൊല്ലം കഴിഞ്ഞോട്ടെ, അടുത്ത കൊല്ലം മുതൽ മരിക്കണത് വരെ മുതലാളിയായിരിക്കും മഹല്ല് പ്രസിഡന്റ്. അതിനുള്ള കരുക്കള് ഈ കോയ നീക്കും. ഉറപ്പാണോ കോയ? 100 വട്ടം ഉറപ്പ്. സജന എവിടെ? ഓള് കുളിക്കാൻ പോയിരിക്കുക. ആ ഞാൻ പോവാണ്. ഉമ്മാനൊന്ന് ശ്രദ്ധിക്കണം.
അതിനെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. അല്ലല്ല, കാശ് എത്ര വേണമെങ്കിലും ഞാൻ ഇറക്കാം. അത്രയേ ഉള്ളൂ. തിരിച്ചു കിട്ടുമെന്ന ഗ്യാരണ്ടി വേണം. അതെനിക്ക് ബോധ്യപ്പെടുകയും വേണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം ടൗണിലേക്ക് വരുന്നുണ്ട്. വിശദമായി നേരിൽ സംസാരിക്കാം. ഓക്കെ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു 25-30 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞ പ്രൊജക്റ്റ് അനുസരിച്ച് അത്രയും കൂടി സംഖ്യ ഞാൻ പലിശക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാർട്ട്ണറെ കൂട്ടാം. 30 ലക്ഷത്തിന് ഷെയർ അയാളും എടുക്കട്ടെ. ഹേയ്, അതിലെനിക്ക് താല്പര്യമില്ല. എൻ്റെ ബിസിനസ്സിൽ ഒരു മുതലാളി മതി. അത് ഞാനായിരിക്കണം. എന്നാലും ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് ലോൺ എടുക്കാം. ബാങ്ക് ലോൺ തൽക്കാലം സാധ്യമല്ല. ജ്വല്ലറി തുടങ്ങാൻ 3 ബാങ്കിൽ നിന്നുമായി രൂപ 28 ലക്ഷമാണ് ലോൺ എടുത്തത്. അല്ല, തിരിച്ചെടുക്കാൻ സമയമുണ്ട്. എന്നാ പിന്നെ കറിയാച്ചൻ്റെയോ ജനാർദ്ദനേട്ടൻ്റെയോ അടുത്തൊന്ന് വട്ടിക്കെടുക്കാം. ബ്ലേഡ് അല്ലേ? എന്നിട്ട് വേണം ശ്രീധരൻ ചെയ്തതുപോലെ മക്കൾക്ക് വിഷവും എനിക്കും ഭാര്യയ്ക്കും കയറും വാങ്ങാൻ. നമ്മൾക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം എറണാകുളം സിറ്റിയിൽ നമ്മുടെ ടെക്സ്റ്റൈൽസിനേക്കാൾ വലിയൊരു ടെക്സ്റ്റൈൽസ് മറ്റൊന്നും ഉണ്ടാവില്ല. മാസം പുത്തൻ ഡ്രസ്സ് വാങ്ങുന്ന ചെത്ത് പിള്ളേരാണ് എറണാകുളത്തുള്ളത്. പുതിയ ഫാഷൻ ഇറക്കി തോന്നിയ വിലയിട്ടാലും വാങ്ങാൻ കൊച്ചമ്മമാരും കോളേജ് പിള്ളേരും വരും. 2 വർഷം കൊണ്ട് വട്ടിക്കാരൻ കറിയാച്ചൻ്റെ മുതലും പലിശയും തിരിച്ചടക്കാം. അത് നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൻ്റെ തുടക്കമായിരിക്കും. പിന്നീട് കേരളത്തിലും പുറത്തും ഗൾഫിലും ടെക്സ്റ്റൈൽസും ജ്വല്ലറികളും. ജലാൽ ട്രേഡിംഗ് ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ ഏതായാലും ആദ്യം സ്ഥലം ഒന്ന് കാണട്ടെ. ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, വരട്ടെ. ഓക്കെ. ശരി. കുറുക്കുവഴിയിലൂടെ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലടാ. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കൂ സുഹൃത്തുക്കളെ. വേണ്ടടാ, ഞങ്ങളോട് വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചു തരുന്നതിനെ കുറിച്ച് മാത്രം സംസാരിച്ചാ മതി. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങളോട് വിസക്ക് വാങ്ങിയ അഡ്വാൻസ് തുകയും പാസ്പോർട്ടും തിരിച്ചു വേണം. സാധ്യമല്ല. നിർത്ത്. ഞാൻ പറയട്ടെ, നിങ്ങളോട് വാങ്ങിയ കാശ് ഞാൻ അപ്പടി അറബിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു നയാ പൈസ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല ശമ്പളവും ജോലിയും കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അത് മുഴുവൻ അറബിയെ ഏൽപ്പിച്ചത്. അയാൾ വിസ തരാതെ എന്നെ പറ്റിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? സംശയമുണ്ടെങ്കിൽ ദാ ഈ അഡ്രസ്സ് വിളിച്ചു നോക്ക്. അറബിയുടെ അബുദാബിയിലുള്ള ഓഫീസാണത്. എന്നാ പൊക്കിക്കോ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഫോൺ ചെയ്യണ്ടേ വീരപ്പ? അതിനെന്തിനാ ഞാന് നമ്പർ നിങ്ങളുടെ കയ്യിൽ തന്നില്ലേ? ഒരുപാട് നമ്പറുകളായി വശമുള്ള ആളല്ലേ, ഇത് പുതിയൊരു നമ്പർ ആവാതിരിക്കാനാ. നിർത്തട തണ്ടികളെ. STD ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്താലുണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. എന്ത് നഷ്ടങ്ങൾ?
നിങ്ങൾക്ക് വിസ വരാനുണ്ടെന്ന കാര്യം അസൂയക്കാരറിഞ്ഞാൽ അവർ പാരവെക്കും. അതോടുകൂടി നിങ്ങളുടെ യാത്രയും വിസയുടെ കാശും www.com ആവും. ഒടുക്കം എല്ലാം കൂടി എൻ്റെ തലക്കിടരുത്. വിസ നിങ്ങളുടെ കയ്യിൽ തരുന്നതോടുകൂടി നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളാകെ കുടുങ്ങുമല്ലോ. കാശ് പോവും. കാശ് പോകാൻ പറ്റില്ല. ഇതിപ്പോ എന്താ ചെയ്യാ? അത് പ്രശ്നമാവല്ലോ. ഇന്ന് ഓനോട് തന്നെ ചോദിക്കാം. ആ മുങ്ങാ വരട്ടെ. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. തീരുമാനത്തിലെത്തി. STD ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്യണ്ട. താങ്ക് യു. എന്റെ അമ്മാവന്റെ വീട് ഇവിടെ അടുത്താ, അവിടുന്ന് വിളിക്കാം. എന്നാ പൊക്കിക്കോ. ആ വേണ്ട വേണ്ട, നീ ഫോൺ ചെയ്യണ്ട, ഞാൻ സംസാരിച്ചോളാം. അബുദാബിയിലുള്ള അറബിയോട് സംസാരിക്കാൻ നിനക്ക് അറബി അറിയോ? ആ ഇവന് നന്നായി അറബി അറിയാം. ഹേയ് എനിക്കറിയില്ല. നിനക്കറിയോ? ആ എനിക്ക് അറബി മലയാളം അറിയാം. രക്ഷപ്പെട്ടു. 3 എരപ്പാളികൾക്കും അറബി അറിയില്ല. ഒരു കളി കൂടി കളിച്ച് നോക്കാം. ആ നിങ്ങൾക്കൊക്കെ വിസ വാങ്ങി തന്നാൽ ഗൾഫിൽ പോയി എനിക്ക് ചീത്തപ്പേരുണ്ടാക്കും. അറബി അറിയാത്ത നീയൊക്കെ ഗൾഫിൽ പോയിട്ട് എന്താ കാര്യം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തന്നെ 3 പേരും അറബി പഠിക്കാൻ തുടങ്ങിക്കോളണം. മനസ്സിലായല്ലോ? അതൊക്കെ ഞങ്ങൾ പഠിച്ചോളാം. ആദ്യം വിസ വരട്ടെ, നീ ഫോൺ ചെയ്യേ. ഫോൺ ഇങ്ങോട്ട് കൊണ്ടാ, ഞാനൊന്ന് നോക്കട്ടെ. There is no route corresponding to the digits dialed by you. Kindly confirm the number. ഇംഗ്ലീഷിലാണല്ലോ സംസാരം. ഏതോ ഒരു പെണ്ണാ. നോക്കട്ടെ. താങ്കൾ വിളിച്ച റൂട്ട് നിലവിലില്ല. ആ ഇത് അറബിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ, ജുംലത്തുൽ മുഫീദ. മലയാളിയാ. എടി നീ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഇത് കേരളത്തിൽ നിന്ന് മനാഫ വിളിക്കുന്നത്. എന്താ വേണ്ടതെന്നോ? നീ എന്താ ആളെ കളിയാക്ക? മാസത്തിൽ 40,000 രൂപ ശമ്പളമുള്ള 3 വിസ തരാമെന്ന് പറഞ്ഞ് മദ്രാസിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് 75,000 രൂപ വാങ്ങി മുങ്ങിയ നിന്റെ ആ കഫീലില്ലേ, ആ തടിമാണ ദജ്ജാൽ, അവന് കൊടുക്കടി തെണ്ടി ഫോൺ. നിനക്കറിയോ, നിങ്ങൾ എന്നെ വഞ്ചിച്ചത് കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ അഭിമാനമാണ്, മൈ യൂട്രസ്. നാട്ടുകാർക്കിടയിൽ ഇപ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവരും ചതിയനും വഞ്ചകനുമായി. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. എനിക്കിന്ന് രണ്ടാലൊന്ന് അറിയണം. വിസ റെഡിയാണെന്നോ? നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ലടി. നിന്റെ ബോസിന്റെ കൈ കൊടുക്കടി ഫോൺ. കണ്ടോ കണ്ടോ, 4 ഡയലോഗ് കാഴ്ചയപ്പോൾ പൂഴ്ത്തി വെച്ച വിസ പൊങ്ങി. ഇനി അയാളെന്താ പറയാ? ഹലോ, ആ അഷേഖു അഹ്മദ് ബിൻ ജാഹിൽ മൗജൂദുൻ ഹുനാക്ക. അന അബ്ദു മനാഫ് ബിൻ ഉമർ ഹാജി ബിൻ കേരള. വഅലൈക്കും സലാം. കാന ഫഖറുൻ നായിമൻ തഹ്ത ഷജറത്തിൻ. നാം 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 ഫസഖത്തൽ മുഅല്ലിമു അലൽ ഫഖരി. ലൈസ 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 വഖാല അകുലൂക. ആ നാം വലാകിൻ ഇന്ദി കിർദും കസീറ. മാതാ? നാം 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 ലഹിഖൽ ഖുറാബു വഅകൽതുൽ ഫീല. മതാ യുൻസബുൽ ഫീലുൽ മുളാരിയു? ലൈസ 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 യുൻസബുൽ ഫീലുൽ മുളാരിയു ഫീ കുല്ലി ഹാലിൻ. അൽ ജുംലത്തുൽ മുഫീദത്തു ഖദ് തതറക്കബു മിൻ അക്സർ ഔ അയ്യി ഷൈഇൻ ആഖർ. അനഫി സുബ്ഹി തിൽമീദുൻ വബഅദ ളുഹരി നജ്ജാറുൻ വഫീ ഖലമുൻ വഖിർതാസുൻ വൈസ്മീലും വമിൻഷാറുൻ. ഇന്ന അന്ന കാന ലാകിന്ന ലൈത ലഅല്ല കാന വ അഖ്വാതുഹ ഹുന്ന വ അഖ്വാതുഹ. നാം 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 നാം. ആ വഅലൈക്കും സലാം. എന്തായി? വിസ റെഡിയായി. 2 ആഴ്ചക്കുള്ളിൽ വിസ നിങ്ങളുടെ കയ്യിലെത്തും. അല്ല ബാക്കി കാശപ്പോഴാ? ആ വിസ കയ്യിലെത്തട്ടെ. അപ്പൊ പ്രോപ്പർട്ടി കൺസോണന്റ് സർട്ടിഫിക്കറ്റ് വേണ്ടേ? അതെന്തിനാ? ആ നിങ്ങളുടെ വിസ ട്രാവൽസ് വഴിയല്ല വരുന്നത്. ഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റ് വഴി അറബി നേരിട്ട് അയക്കുക. അത് നിങ്ങളുടെ കയ്യിലെത്തണമെങ്കിൽ ലേബർ റൂമിൽ 10,000 രൂപ വീതം ഓരോരുത്തരും കെട്ടിവെക്കണം. ആ അത് നിങ്ങളടച്ചാലും മതി. ദ അഡ്രസ്. വേണ്ട വേണ്ട, ഈ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. വേണ്ട എന്താ വെച്ചാൽ മനാഫേനെ ചെയ്താൽ മതി. കാശ് ഞങ്ങൾ മറ്റന്നാൾ എത്തിക്കാം. 2 ആഴ്ചത്തേക്ക് ഇനി ഇവരുടെ ശല്യമുണ്ടാവില്ല.
അത് കഴിയുമ്പോഴേക്ക് മനാഫ് എന്താ ആലോചിക്കുന്നത്? അതല്ല, 2 ആഴ്ച കഴിയുമ്പോഴേക്ക് കഴിയുമ്പോ എന്താ? വിസ വരും. നിങ്ങൾക്കാണെങ്കിൽ അറബി ഒരു കുന്തോ അറിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ 3 പേരും അറബി ട്യൂഷന് ചേർന്നോണം. അല്ലെങ്കിൽ അബുദാബി ചെന്ന് ഇങ്ങനെ നിൽക്കേണ്ടി വരും. നാളെയാണ് ബാപ്പാനെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം. എനിക്ക് നാളെ എറണാകുളം വരെ ഒന്ന് പോകണം. ഞാനിനി എന്താ ചെയ്യേണ്ടത്? എല്ലാ മാസവും നീയല്ലേ ബാപ്പയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നത്? എനിക്കിത്തരം കാര്യങ്ങളിൽ വലിയ പരിചയമില്ലെന്ന് നിനക്കറിയില്ലേ? എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. കടം വാങ്ങിയ ഇന്നലെ ഉമ്മക്ക് മരുന്ന് വാങ്ങിയത്. തൽക്കാലം നീ എവിടെന്നെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലും കാശൊന്നുമില്ല. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഫിറോസിനോട് കുറച്ച് കാശ് തരാൻ പറ. അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ബാപ്പയും ഉമ്മയും നമ്മുടേത് മാത്രമല്ലല്ലോ, അവൻ്റേത് കൂടിയല്ലേ? അതെ, ബാപ്പയും ഉമ്മയും എൻ്റെ കൂടിയാണ്. പക്ഷെ എൻ്റെ മാത്രമല്ലല്ലോ. അവരുടെ കാര്യത്തിൽ എല്ലാ മക്കൾക്കും തുല്യ ബാധ്യതയുണ്ട്. അപ്പോൾ കാശിൻ്റെ കാര്യം? മാസാമാസം കാശ് ചോദിച്ചുകൊണ്ടുള്ള നിന്റെ ഈ വരവ് തന്നെ എനിക്കിഷ്ടമല്ല. പറമ്പിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഴുവൻ എടുക്കുന്നത് നീയാണല്ലോ. ഞാൻ ഇക്കാലം വരെ അതിൻ്റെ കണക്കൊന്നും ചോദിച്ചില്ല. അതിൻ്റെ പുറമെ നിന്റെ മാസാന്ത പിരിവ് വേറെയും. തൽക്കാലം കിട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. എന്നെപ്പോലെ തന്നെ നിനക്കും ജീവിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. നിൽക്ക്. എൻ്റെ ജ്യേഷ്ഠൻ ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല. കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നത് എൻ്റെ സ്വഭാവമാണ്. എന്നോട് ഇഷ്ടക്കേടൊന്നും തോന്നണ്ട. അത് വെച്ചോ. ഒന്നും കിട്ടിയില്ലല്ലേ? കിട്ടി. സാധാരണ കിട്ടുന്നതൊക്കെ ഇന്നും കിട്ടി. ഇന്ന് പുതിയൊരെണ്ണം കൂടുതലും കിട്ടി. പറമ്പിലെ വരുമാനം മുഴുവൻ എടുക്കുന്നത് ഞാനാണെന്ന്. അതിൻ്റെ കണക്കൊന്നും തന്നെ ഇതുവരെ ചോദിക്കാത്തത് വലിയ കാര്യമായി കണ്ടോളാൻ. ആരാ അത് പറഞ്ഞത്? ജലാലോ ഫിറോസോ? ഫിറോസ്. എന്നിട്ട് ഈ മറുപടി ഒന്നും പറഞ്ഞില്ലേ? വിവരമില്ലാത്തവരോടുള്ള ഏറ്റവും നല്ല മറുപടി ഒന്നും മിണ്ടാതിരിക്കല. ദാ 50 രൂപ വന്നിട്ടുണ്ട്. ഉമ്മ കരയാണോ? നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ അമ്മ? ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കും. ജ്യേഷ്ഠന്മാർ കാശ് തന്നില്ല എന്ന് വെച്ച് ബാപ്പാനെ ഡോക്ടറെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതിനെന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടോളാം. ബാപ്പാക്ക് സുഖമില്ലാതായി പോയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഞങ്ങളെ 2 കൂലി മതി നമുക്ക് സുഖമായി കഴിയാൻ. നൂറായുസാ മുതലാളിക്ക്. ഞാൻ ദേ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ഒന്നല്ല പലവട്ടം. ഇരിക്കൂ. മുതലാളിയോ? ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു വിളി കേൾക്കുന്നത്. അതെ,
ഇന്ത്യയിൽ ആദ്യമായി മുതലാളി എന്ന് താങ്കളെ വിളിച്ചത് ഞാനാണ്. അതിലെന്നാ കുഴപ്പം? മുതലുള്ളവൻ മുതലാളിയാ, അതില്ലാത്തവൻ അരപ്പാളി. പിന്നെ 3-4 ദരിദ്രവാസികളെ കൊണ്ട് മുതലാളി എന്ന് വിളിപ്പിച്ച് തുടങ്ങിക്കോണം. ആ ശരി ശരി, ഞാനല്പം തിരക്കില്ല. എറണാകുളം വരെ ഒന്ന് പോണം. ആയിക്കോട്ടെ. എടാ സണ്ണിയേ, സണ്ണി, ഓ മുതലാളിയുടെ ആ ബാഗ് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. അപ്പോ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓ, ഇങ്ങോട്ട് എടുത്തോളൂ. ദാ. ബിസിനസിന്റെ കാര്യത്തിൽ ഞാൻ സ്വന്തവും ബന്ധവും ഒന്നും നോക്കാറില്ല. എന്ന് വെച്ചാ ചോദിക്കുന്നതുകൊണ്ട് വിഷമൊന്നും തോന്നരുതെന്നർത്ഥം. മുതലാളിയുടെ വീടിൻ്റെ ആധാരം മാത്രമേ ഇതിലുള്ളൂ. ഇത് വെച്ച് 10-30 ലക്ഷം രൂപ എങ്ങനെ തരും? 10-65 ലക്ഷം രൂപ വില വരുന്ന പറമ്പും വീടുമടങ്ങിയ വസ്തുവിന്റെ ആധാരമാണത്. പോരാത്തതിന് ഒപ്പിട്ട മുദ്രപത്രവും ബ്ലാങ്ക് ചെക്കും വേറെയും. 30 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഡോക്യുമെന്റ്സ് പോരെങ്കിൽ അതിങ്ങ് തന്നേക്ക്. ഇത് വെച്ചാൽ 40-50 ലക്ഷം രൂപ ആ ജനാർദ്ദനേട്ടൻ തരും. കാശ് തരാൻ ധൈര്യമില്ലെങ്കിൽ അതാ പറയേണ്ടത്, അല്ലാതെ എന്റെ സ്വത്തിന് വില കെട്ടരുത്. കർത്താവേ, ഈ പാപിയോട് ക്ഷമിച്ചേക്കണേ. എൻ്റെ പൊന്നു മുതലാളി, എൻ്റെ വായേന്ന് അറിയാതെ ഒരു സംശയം അങ്ങോട്ട് വീണുപോയി. ദേ, ഞാനിങ്ങോട്ട് തിരിച്ചെടുക്കുകയും ചെയ്തു. ആ, ഇതാ 30 ലക്ഷം രൂപ. എണ്ണി നോക്കിക്കോളൂ. എണ്ണാനൊന്നും സമയമില്ല. കറിയാച്ചൻ എണ്ണിയതല്ലേ? ഓ, 30 ലക്ഷത്തിൽ ഒരു 30,000-ന്റെ കുറവുണ്ട്. ആദ്യത്തെ മാസത്തെ പലിശയാ. മാസാമാസം മുതലും പലിശയും തിരിച്ചടച്ചേക്കണേ. അതുകൊണ്ട് ജീവിച്ചു പോകുന്ന പാവങ്ങളാന്നേ. ഈ എന്താണ് കക്കാൻ വന്ന? അല്ല, മുതലാളിയെ കാണാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ കണ്ടില്ല. അവിടെ കാണൂല. കാരണം ഞാൻ ഇവിടെയാണ്. ഈ കാര്യം എന്താ വെച്ചാൽ പറ. എനിക്ക് തിരക്കുണ്ട്. ഇന്ന് പള്ളി കമ്മിറ്റി ക്ലാസ്സാ. 1 ലക്ഷം ഉറുപ്പ്യ എടുത്താലേ മകനൊരു വിസ തരാന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. അതെന്താ എന്നോട് പറയുന്നത്? ആ പണം കൊടുക്കാൻ പറമ്പ് വിൽക്കല്ലാതെ യാതൊരു മാർഗമല്ല. വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരം മുതലാളിൻ്റെ കയ്യിലാണല്ലോ. അതൊന്ന് തിരിച്ചു തരണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഓൻ പറഞ്ഞത് ശരിയാണോ കോയ? ഓൻ്റെ ആധാരം നമ്മളെ കയ്യിലുണ്ടോ? 100 വട്ടം കയ്യിലുണ്ട്. 3-4 കൊല്ലം മുമ്പ് മകളെ കല്യാണത്തിന് വേണ്ടി ആധാരം വെച്ചിട്ടുണ്ട് എന്നുള്ളത് മുതലാളിക്ക് അറിയില്ലേ? എന്നിട്ട് ഇടപാടൊക്കെ തീർത്തോയി? പലിശ കുറെ തിരിച്ചടച്ചിട്ടുണ്ട്. പലിശയല്ല, നഷ്ടപരിഹാരം. ആയിക്കോട്ടെ മുതലാളി, ബാക്കി സംഖ്യ മുഴുവൻ പറമ്പ് വിറ്റിട്ട് അടച്ചു തീർത്തോളാം. എൻ്റെ ഭർത്താനത്തിനൊന്നും ആധാരം തരാൻ കഴിയൂല. നിങ്ങളൊക്കെ കാര്യം നേടാൻ പല അടവും പ്രയോഗിക്കും. അങ്ങനെ പറയരുത് മുതലാളി. കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ. മകന്റെ ഗൾഫ് പോക്ക് മുടങ്ങിയ എല്ലാം തകരും മുതലാളി. ഇത്തരം കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഇടപാടുകളൊക്കെ മകൻ്റെ കൈക്കാണ് നടക്കുന്നത്. ഈ ഓരോന്ന് ചോദിച്ചു നോക്ക്. ആധാരം നന്നായി വാങ്ങിക്കോ. എനിക്ക് വർത്താനം പറയാൻ സമയമില്ല. പള്ളി കമ്മിറ്റി ഉണ്ട്. ഒരു 1 ലക്ഷം രൂപ കിട്ടിയ വിസക്കാരെ പിരിച്ചുവിടാം. ബാക്കിയുമായി 2 മാസം കൂടി കറങ്ങാം. എങ്ങനെ കിട്ടും? ബാങ്ക് കൊള്ള ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, ജ്വല്ലറി കുത്തി തുറക്കാം. അയ്യടാ, എന്തൊരു ഐഡിയ.
ഉപ്പയോട് ചോദിച്ചാലോ? നാട്ടുകാർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ എങ്ങനെ ചോദിക്കും? അല്ലെങ്കിൽ വേണ്ട, ആരുടെ ഔദാര്യം വേണ്ട. എൻ്റെ അവകാശം തരാൻ പറയാം, കത്തി ഒരു ഭീഷണിപ്പെടുത്താം. അളിയോ അളിയോ, ഇവിടെ മനുഷ്യനെ സ്വസ്ഥമായൊന്നും ഇരുന്ന് ആലോചിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴൊക്കെ കയറി വന്നോളും. എങ്ങനെ എത്തിയടാ നീ ഇവിടെ? വീട്ടുമുറ്റത്ത് നിന്നും പരന്ത് റാഞ്ചിയതാ, ഭാരം കൊണ്ട് ഇവിടെ ഇട്ടുപോയി. എടാ ഉണ്ടേ, എന്നെ ഇവിടെ കണ്ടതിന് നാട്ടിൽ പാട്ടാക്കണ്ട. എന്താ അളിയാ പ്രശ്നം? എന്നോട് പറ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. എനിക്കിപ്പോൾ ബുദ്ധിപരമായ ഉപദേശമാണ് വേണ്ടത്. എങ്കിൽ നീ എന്നോട് പറയളിയാ. നിന്റെ കയ്യിൽ ആ സാധനമില്ലെന്ന് എൻ്റെ കൂടെ പഠിച്ചപ്പോഴേ നീ തെളിയിച്ചതല്ലടോ ഉണ്ടേ. അളിയോ, ഒരുമാതിരി ആക്കരുത്. പഠിക്കുന്ന കാലത്ത് എനിക്ക് ബുദ്ധി അല്പം കുറവായിരുന്നു, അത് ഞാൻ സമ്മതിച്ചു. അതിനുശേഷം ഞാൻ ഒരുപാട് വളർന്നു. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിന് നാടകത്തിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ച് നീ എൻ്റെ പിറകെ കുറേ നടന്നതല്ലേ. ഇപ്പോഴല്ലേ നിനക്കെന്നെ പറ്റാതായത്. അന്ന് ആരാധകരുടെ ഇടയിൽ വെച്ച് ഞാൻ വീർപ്പ് മുട്ടി. ഭാഗ്യം കൊണ്ടാ ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടത്. നീ നോക്കിക്കോ, ഞാൻ ഇനിയും മുന്നോട്ട് പോവും. നീ ഇങ്ങനെ കാട്ടിലും മരപ്പത്തിലും തെണ്ടി നടക്കുമെടാ. എടാ ഉണ്ട്, നന്ദിയുണ്ടടാ, നന്ദിയുണ്ട്. ഈ ഒരു ന്യൂസ് മതിയടാ 1,00,000 തട്ടാൻ. യ്യാ. ഒരു കുടുംബത്തിൽ 5 പേരെ വെട്ടിക്കൊന്നു. ആലുവ ഒരു കുടുംബത്തിൽ 5 പേരെ ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. ഗൃഹനാഥനും ഭാര്യയും 3 മക്കളുമാണ് കൊല്ലപ്പെട്ടത്. കൊല നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. കൊല്ലപ്പെട്ട ലോറൻസിൻ്റെ ഇളയ മകൻ പീറ്ററാണ് കൊല നടത്തിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിതാവിനോട് പണം ആവശ്യപ്പെട്ട് നൽകാത്തതിലുള്ള പ്രതികാരമാണ് കൊലക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. പിതാവിനോട് പണം ആവശ്യപ്പെട്ട് നൽകാത്തതിലുള്ള പ്രതികാരമാണ് കൊലക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. ആ, അത് ശരി. പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാണ് കൊന്നത്. ഈ കാര്യത്തിൽ ഞാൻ കൊന്നോൻ്റെ ഭാഗത്താ. പണം ഉണ്ടായിട്ടാണല്ലോ ചോദിച്ചത്, എന്നാൽ പിന്നെ അതങ്ങ് കൊടുത്തൂടെ? ഒന്നുമില്ലെങ്കിൽ സ്വന്തം മകനല്ലേ. ചോദിച്ച പണം കിട്ടിയില്ലെങ്കിൽ ആരായാലും കൊല്ലും. അവിടെ ഉപ്പേണോ ഉമ്മേണോ എന്ന് നോക്കൂല. അത് പോൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും കൊല്ലും. ആ, ഉപ്പ അവിടെ ഉണ്ടായിരുന്നോ? ഏതായാലും നന്നായി. ഞാൻ ഉപ്പയോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ ചോദിച്ചോ? എനിക്കൊരു 1,00,000 രൂപ വേണം. 1,00,000 ഉറുപ്പ്യേ? അനക്കെന്താ ഭ്രാന്തുണ്ടോ? എനിക്കിപ്പോൾ കാശിന് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത്. 1,00,000 രൂപ തരുന്നോ ഇല്ലയോ? 1,00,000 പോയിട്ട് 1 രൂപ ഞാൻ തരില്ല. ഒരു കുടുംബത്തിൽ 5 പേരെ ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. 50,000 പോരെ? പോരാ. 1,00,000 ഒരു 5 പൈസ കുറയില്ല. ഗൃഹനാഥനും ഭാര്യയും 3 മക്കളുമാണ് കൊല്ലപ്പെട്ടത്. എന്റെ തന്ത്രം വിജയിച്ചു. ഇത്ര നിസ്സാരമായി 1,00,000 അടിച്ചു മാറ്റാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അളിയനുണ്ട്, നന്ദിയുണ്ടടാ, നന്ദിയുണ്ട്. 1,50,000 ചോദിക്കായിരുന്നു. എന്നാൽ ഒരു 6 മാസത്തേക്കുള്ള ചുറ്റിക്കളിക്കുള്ള വകയായി. അല്ലെങ്കിൽ വേണ്ട, അത്രക്ക് ആക്രാന്തം പാടില്ല. അടുത്ത തവണ ഇതിനേക്കാൾ ഭീകരമായൊരു കൊലപാതക വാർത്ത തട്ടിക്കൂട്ടി ഒരു 50,000 കൂടി തട്ടാം. അങ്ങനെ വിലസാനുള്ള വക ഉപ്പയിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റാം.
നോട്ടിന്റെ കെട്ടുകൾ ഇങ്ങോട്ടിട്ടോളൂ. എന്താടാ ഇത്? നീ മോണാക്ട് കളിക്ക? എന്താടാ എന്താ നീ നോക്കി പിടിപ്പിക്കണ്? അത് കീറല്ലടാ, അത് കീറല്ല. എടാ എന്താ 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 നീ എന്നെ കൊലക്ക് കൊടുക്കും അല്ലട തേണ്ടി. ഞാനിപ്പോ ചത്തുപോകും. നിന്നെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. കയ്യില് പൈസ അല്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ എവിടെയാച്ചാ കൊണ്ടുപോയി ചികിത്സിക്കായിരുന്നു. പണക്കാര് മക്കളുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആരും സഹായിക്കൂല, ചോദിക്കാനും വയ്യ. എന്താ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല, വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കായിരുന്നു. എന്നും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണണമെന്ന ആഗ്രഹം. ഒരു ഒഴിവ് കിട്ടണ്ടേ? എറണാകുളത്ത് ബിസിനസ് തുടങ്ങിയതിന് ശേഷം നിന്ന് തിരിയാൻ സമയമില്ല. അല്ല, രണ്ടാളും മരുന്നൊക്കെ കൃത്യമായി കുടിക്കുന്നില്ലേ? മരുന്നും ഗുളികയൊക്കെ ഉള്ളപ്പോൾ കൃത്യമായിട്ട് കുടിക്കും. അതെന്താ അങ്ങനെ? കാശുണ്ടെങ്കിൽ മരുന്ന് വാങ്ങും, ഇല്ലെങ്കിൽ വാണ്ടാക്കും. തൽക്കാലം ഇത് വെച്ചോ. ഇപ്പൊ സാമ്പത്തികമായി അല്പം മോശമാണ്. എറണാകുളത്തെ ബിസിനസ് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. കാശിന് അത്യാവശ്യം വന്ന തൽക്കാലം എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ പോട്ടെ, രാത്രി വണ്ടിക്ക് മദ്രാസിൽ പോകണം. എറണാകുളത്ത് ബിസിനസ് തുടങ്ങാൻ കറിയാച്ചൻ്റെ കയ്യിൽ നിന്ന് പണം പലിശക്ക് വാങ്ങിയെന്ന് കേട്ടു. ആ, പലിശയില്ലാതെ ഇക്കാലത്ത് ആരെങ്കിലും പണം കടം തരുമോ? സുഖമായി ജീവിക്കാനുള്ള വക നിനക്കില്ലേ മോനെ? ആ, അതൊന്നും ബാപ്പാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണമുള്ളവനെ പണം ഉണ്ടാക്കാൻ കഴിയും. അവന് മാത്രമേ സമൂഹത്തിൽ നിലയും വിലയുമുള്ളൂ. സമൂഹത്തിൽ നിലയും വിലയും മാത്രം പോരല്ലോ, പടച്ചോന്റെ കോടതിയിലും കണക്ക് ബോധിപ്പിക്കണ്ടേ? ഹറാമിൻ്റെ മാർഗത്തിലൂടെ വേണോ പണം സമ്പാദിക്കാൻ? നാളെ മാശറയിൽ ഓരോ ഉറുപ്പേൻ്റെയും കണക്ക് ബോധിപ്പിക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയൂല. അനക്കും അറിയില്ലേ അതൊക്കെ? പലിശ വാങ്ങിയും കൊടുക്കുകയും ചെയ്യാത്ത ആരാ ഉള്ളത്? എല്ലാവരും അതിൻ്റെ ആൾക്കാരാ. ഞാൻ ഇറങ്ങുന്നു. ആമിനോ, എൻ്റെ പരിപാടിയാ നല്ലത്. ഒന്നും മിണ്ടാണ്ടിരിക്കുക. താങ്ങി പിടിച്ച് കൊണ്ടുപോകാൻ തന്നെ 3 ആൾ വേണം. ബാപ്പാക്കാണെങ്കിൽ പഴയ പോലെ ശരീരം അനക്കാനൊന്നും കഴിയുന്നില്ല. ഇവിടുത്തെ കക്കൂസിൻ്റെയും കുളിമുറിയുടെയൊക്കെ വലിപ്പം ഇക്കാക്കറിയാലോ. ഇക്കാൻ്റെ വീട്ടിൽ ഓരോ റൂമിലും കക്കൂസും കുളിമുറിയൊക്കെ ഉണ്ടല്ലോ. റൂമുകൾ കുറേ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിചയവുമില്ല. പിന്നെ മക്കളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരാ. ഒരുപാട് പഠിക്കാനുണ്ടാകും. ഉമ്മ അവിടെ ആവുമ്പോൾ വിസിറ്റേഴ്സിൻ്റെ വരവും പോക്കും മക്കളുടെ പഠനത്തെ ബാധിക്കും. ഇനി അതൊക്കെ പോട്ടെ എന്ന് വെച്ചാൽ തന്നെ കുളിമുറി അടക്കം മാർബിളാ. കാലൊന്ന് സ്ലിപ്പായാൽ ഉമ്മയെ താങ്ങുന്നവൻ്റെ നട്ടലൊടിയും. വീട്ടിൽ 2-3 ആളുകളുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. സജനയെ നമുക്ക് അവിടെ നിർത്താം. പിന്നെ ദിവസവും രാവിലെയും വൈകിട്ടും ഞാനും വരാം. ബാപ്പയും അവിടെ നിൽക്കട്ടെ. ഉമ്മയ്ക്കും ബാപ്പാക്കും തറവാട്ടിൽ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം. പിന്നെ നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത്? നിനക്ക് അവരെ നോക്കി മടുത്തോ? എൻ്റെ പ്രയാസം കൂടി ഇക്കൊന്ന് മനസ്സിലാക്കണം. ബാപ്പ പണിക്ക് വരുന്ന കാലത്ത് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. എനിക്ക് ആഴ്ചയിൽ 2-3 ദിവസമേ ജോലിക്ക് പോകാൻ കഴിയുന്നുള്ളൂ. പലപ്പോഴും അഡ്വാൻസ് വാങ്ങിയിട്ടാണ് മരുന്നും ഗുളികയൊക്കെ വാങ്ങുന്നത്. നീയും ഫിറോസും അല്ല ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടത്. ബാപ്പാക്ക് സുഖമില്ലാതെ ആയിട്ട് ഒരിക്കൽ മാത്രമാണ് ഫിറോസ് ഇങ്ങോട്ടൊന്ന് വന്നത്. നിങ്ങൾ രണ്ടാളും വിചാരിച്ച നമ്മുടെ ബാപ്പയും ഉമ്മയും ഇങ്ങനെ ചികിത്സ കിട്ടാതെ കഷ്ടപ്പെടണോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാനാണെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണിപ്പോൾ.
തൽക്കാലം നീ എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്ത്. നമുക്ക് പിന്നെന്തെങ്കിലും ചെയ്യാം. ആ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഫിറോസിനോടും കൂടി ഞാനൊന്ന് പറയണം. ബാപ്പയും ഉമ്മയും അവൻ്റേതും കൂടിയല്ലേ. ഇതെന്താ ഇത്രയധികം? 2 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ. നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട. അല്ല അത് ഒന്നും പറയണ്ട. ബാപ്പയ്ക്കും ഉമ്മയ്ക്കും സുഖമില്ലാത്ത കാര്യമില്ലേ, അത് കുറെ കേട്ടതാണ്. ഒരു ദിവസം വന്നാൽ 2 ദിവസം ലീവ്, എന്നിട്ട് കൂലി അഡ്വാൻസ് വാങ്ങുക. ആ കളി ഇനി ശരിയാവില്ല. അതൊക്കെ ഞാൻ ജോലി ചെയ്ത് വീട്ടുന്നുണ്ടല്ലോ. അതൊക്കെ ശരി. തോന്നുമ്പോൾ കയറി വരുന്ന ഒരാളെ എനിക്ക് ജോലിക്ക് ആവശ്യമില്ല. എനിക്ക് എൻ്റെ ബിസിനസ്സാണ് വലുത്. പൊട്ടിത്തകർന്നു മോഹങ്ങളൊക്കെയും ഞെട്ടറ്റു വീണുപോ ജീവിതത്തിൽ തട്ടിത്തെറിപ്പിച്ചു പിന്നെയും ദുർവിധി പിന്തുടർന്നിടുന്നതെന്തിനാ? പിന്തുടർന്നിടുന്നതെന്തിനാ? എന്നാണിതിൽ നിന്ന് മോചനം? എന്താണ് ജീവിതമാർഗം? ഇനി എന്നാണിതിൽ നിന്ന് മോചനം? എന്താണ് ജീവിതമാർഗം? എല്ലാം ഒരേയൊരു ലോകൈകനാഥനിൽ അർപ്പിക്കയായി അവനാണഭയം. എന്നാണിതിൽ നിന്ന് മോചനം? എന്താണ് ജീവിതമാർഗം? ഇനി എന്നാണിതിൽ നിന്ന് മോചനം? എന്താണ് ജീവിതമാർഗം? സ്വന്തം സുഖത്തിനായി അന്യരെ ദ്രോഹിച്ച് സമ്പാദ്യം കൂട്ടുന്നതെത്രയോ പേർ. സ്വത്തും പ്രതാപവും ഏറെയുണ്ടാകിലും പാവങ്ങൾക്കായൊന്നും ചെയ്യാത്തവർ. ഭൂമിയിൽ ജീവിതം നശ്വരമെന്നോർക്കാതെ സമ്പത്ത് ധൂർത്തടിച്ചിടുന്നവർ. ഭൂമിയിൽ ജീവിതം നശ്വരമെന്നോർക്കാതെ സമ്പത്ത് ധൂർത്തടിച്ചിടുന്നവർ. ശാശ്വതമാണെന്ന മൂഢസങ്കൽപ്പത്തിൽ ദൈവത്തെ പോലും മറന്നിടുന്നു.
എന്നാണിതിൽ നിന്നു മോചനം? എന്താണ് ജീവിതമാർഗം? ഇനി എന്നാണിതിൽ നിന്നു മോചനം? എന്താണ് ജീവിതമാർഗം? സ്നേഹവും സൗഹൃദം പൂവിട്ടു നിന്നൊരാ പോയ കാലം ഇന്നോർത്തിടുന്നു. സമ്പത്ത് വന്നു അഹങ്കാരമേറി പഴയതെല്ലാം പാടെ മറന്നിടുന്നു. ദാനമായ അല്ലാഹു നൽകിയതാകിലും ബാധ്യത ചെയ്യുവാൻ മടിച്ചിടുന്നു. ദാനമായ അല്ലാഹു നൽകിയതാകിലും ബാധ്യത ചെയ്യുവാൻ മടിച്ചിടുന്നു. സ്വന്തം സഹോദര്യ ബന്ധങ്ങളെ പോലും അവഗണിച്ചഗണ്യമായി തള്ളിടുന്നു. എന്നാണിതിൽ നിന്നു മോചനം? എന്താണ് ജീവിതമാർഗം? ഇനി എന്നാണിതിൽ നിന്നു മോചനം? എന്താണ് ജീവിതമാർഗം? എല്ലാം ഒരേയൊരു ലോകൈകനാഥനിൽ അർപ്പിക്കയായി അവനാണഭയം. എന്നാണിതിൽ നിന്നു മോചനം? എന്താണ് ജീവിതമാർഗം? ഇനി എന്നാണിതിൽ നിന്നു മോചനം? എന്താണ് ജീവിതമാർഗം? കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി നടക്കുമ്പോൾ തലേ കയറി കളിക്കച്ചപ്പോൾ എന്താ ചെയ്യുക? പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അനിയൻ്റെ തട്ടിപ്പ് മഹാത്മ്യം ആളുകൾ പാടി പുകഴ്ത്തുക. യോജിക്കുന്നൊരു പേരും നാട്ടുകാർ അവാർഡായി കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയുന്നില്ല അവിടെ. അതെനിക്കറിയാം. എനിക്കും. ഞാൻ പറയട്ടെ? മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കടി. നിന്റെ കാര്യത്തിൽ രണ്ടാലൊന്ന് ഇന്ന് തീരുമാനിക്കണം. ഒന്നുകിൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ എന്നേക്കുമായി വീട്ടിൽ നിന്ന് പുറത്തു പോവുക. ഏതാണ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടുന്ന് തീരുമാനിക്കണം. എന്തടാ ഇക്ക പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? മറുപടി പറയടാ. നിനക്ക് ഈ വീട്ടിൽ കഴിയണോ അതോ പുറത്തു പോകണോ? ഇത് പുതിയ അടവാണിക്ക. എന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കുക. ഉപ്പയ്ക്ക് എന്താ അവനോടൊന്ന് ചോദിച്ചാൽ? പറയാനുള്ളതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ. ഇനി നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. കണ്ടോ, നിന്റെ കാര്യത്തിലുള്ള നിരാശയാണ് ആ വാക്കുകളിൽ. ആ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നെന്ന് നിനക്കറിയാമോ? ഞങ്ങളുടെ കാര്യം പോട്ടെ, നീ കാരണം എത്ര പേരുടെ മുമ്പിലാണ് ഉപ്പയ്ക്ക് തലവനിക്കേണ്ടി വന്നിട്ടുള്ളത്? ഏത് സമയത്തും നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ഉപ്പയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നില്ല, നിന്റെ സൽപ്പേര് കാരണം. എന്തിനാണിക്ക ഇവനോടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്? ഇവനോടൊന്നും ഇനി പറച്ചിലല്ല വേണ്ടത്, ആ മുറിയിലിട്ട് കൂട്ടി ചവിട്ടുക വേണ്ട. അവനെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
നീ കുറേ നേരമല്ല വളവളാന്ന് വിളമ്പുന്നത്. ഉപ്പയുടെയും വല്ലിക്കയുടെയും മുമ്പിൽ വെച്ച് ഞാൻ മിണ്ടാതിരുന്നത് അവരോടുള്ള ബഹുമാനം കൊണ്ടാ. നീയും ഞാനും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. എൻ്റെ ജ്യേഷ്ഠനായി വന്ന് എന്നെ ഭരിക്കാനുള്ള ആ പൂതി തൽക്കാലം വെള്ളം ഒഴിച്ച് അങ്ങ് കെടുത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നീ എന്തു ചെയ്യും? അല്ലെങ്കിൽ 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 നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്താക്കും. എന്താണാവോ പുറത്ത് പറയാൻ പറ്റാത്ത എൻ്റെ പഴയ കഥകൾ? കോളേജിൽ പഠിക്കുമ്പോൾ ഉമ്മുകുൽസുവിന് ലവ് ലെറ്റർ കൊടുത്തു. ടൂറിന് പോയ ദിവസം കള്ളു കുടിച്ച് അടിയുണ്ടാക്കി. സിനിമക്ക് പോയപ്പം തിയേറ്ററിൽ വെച്ച് മുമ്പിലിരിക്കുന്ന സ്ത്രീയെ തോണ്ടിയതും നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയതും. തീർന്നാ? തൽക്കാലം ഇത്ര മതിയാവും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കള്ള കഥകൾ ആര് വിശ്വസിക്കും? അതും നീ പറഞ്ഞാൽ. ഇല്ലാത്ത കഥകളും കാര്യങ്ങളും പറഞ്ഞ് മറ്റുള്ളവരുടെ കാശ് എൻ്റെ പോക്കറ്റിലാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഈ കഥയും പ്രചരിപ്പിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല മോനെ ദിനേശ. വേണ്ടി വന്ന ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് കാണിക്കാം. കാണണോ? ആ കാണണം. ഉമ്മ വേണ്ട, ആ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം. ഈ അറിഞ്ഞനടോ, ഞാൻ അജ്ജന് പോവാണ്. സന്തോഷായി ആചാര്യ, സന്തോഷായി. ആചാരോ? അജ്ജ് ചെയ്തിട്ടില്ലടോ, ചെയ്യാൻ പോണേ ഉള്ളൂ. ആയിക്കോട്ടെ, എന്നാൽ ഇന്ന് മുതൽ ഞാൻ ആചാര്യെന്ന് വിളിക്കുള്ളൂ. നമ്മക്കൊന്ന് ഉഷാറാക്കണടോ മഹല്. ആചാര്യ പോയിട്ട് വരി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞോണ്ട് വരി, മഹല് ഉഷാറാക്കാൻ. കുറെ കാലം ഉഷാറാക്കിയല്ലോ, അത് മതി. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ മടങ്ങി വരാതിരിക്കുകയാണെങ്കിൽ ചേക്കുവിനോട് സുലൈമാൻ പറഞ്ഞ മാതിരി 10 എത്തിയും കൂട്ടിയാക്കി ഞാൻ ചോറ് കൊടുക്കും. എന്താ പ്രശ്നം? നമ്മുടെ മനാഫ്. മനാഫിന് എന്താ പറ്റിയത്? മനാഫ് തൂങ്ങി മരിക്കാൻ വേണ്ടിയിട്ട് മരത്തമ്മ കയറിയിട്ടുണ്ട്. കടം കിട്ടാൻ മാർഗമില്ലാത്തോണ്ട് മരിക്കല്ലാതെ വേറെ മാർഗമില്ലാന്ന് അവൻ പറഞ്ഞത്. ഇപ്പൊ തൂങ്ങിയിട്ടുണ്ടാകും അസൈനാരെ. കടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്നും ഞാൻ വരുന്നവരെ അവിവേകം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. കയറുറപ്പ് കൂടുതലുണ്ടോ? മര്യാദക്കൊന്നും തൂങ്ങാനും ഉറുമ്പ് സമ്മതിക്കില്ല. ആഹാ, കലാപരിപാടി കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. ഇപ്പൊ കാണിച്ചു തരാടാ, ഇപ്പൊ കാണിച്ചു തരാം. ഗൃഹനാഥന്മാരും പേരക്കുട്ടികളും കുട്ടികളും എല്ലാവരും ഉണ്ട്. ആ, ഇനി തൂങ്ങണ്ട, ഇങ്ങോട്ട് ഇറങ്ങിപ്പോരെ. കിട്ടിയോ? ആ, കിട്ടി. ദാ ചെക്കാണല്ലേ? അത് മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ചെന്ന് ചോദിച്ചാൽ എടുത്തു തരാൻ എൻ്റെ ഉപ്പ റിസർവ് ബാങ്ക് ഗവർണറൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രശ്നം നമ്മളും മനസ്സിലാക്കണ്ടേ? ആഹാ, രാവിലെ തന്നെ തൂങ്ങിച്ചാവുന്നത് കാണാൻ വന്നിരിക്കുക അല്ലേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ?
അല്ല മാഷേ, ഇന്ന് സ്കൂളിലൊന്നും പോകാനല്ലേ, ബെല്ലടിക്കാനായി. ആ എല്ലാവരും ഒന്ന് പോട്ടെ. ടിൻ വണ്ടി വിടേ. ഇന്നത്തെ പരിപാടി വേറൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത റിഹേഴ്സൽ ഞാൻ വിളിക്കാം. എന്താണ് നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? സംഖ്യ 1 ലക്ഷമല്ലേ? ഇനിയിപ്പോൾ 75,000 ആയാലും എനിക്കൊരു പ്രശ്നമില്ല. എന്താടാ ഇത്, ചെക്കല്ലേ? വലിയ ജുമാഅത്ത് പള്ളി സെക്രട്ടറി അവർക്ക് നമ്മൾ വെട്ടിയിട്ട കബറുകളിൽ 5.5 അടി നീളമുള്ള ഒരു കബർ വൃത്തിയാക്കി വെക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്ന് രാത്രിയായിരിക്കും ബോഡി എത്തുക. രാവിലെ 9 മണിക്ക് തന്നെ മയ്യത്ത് സംസ്കരിക്കുന്നതാണ്. മരിച്ച ആള് ആരാണെന്ന് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. എന്റെ മയ്യത്ത് മറമാടാൻ വീരപ്പ, മര്യാദക്ക് താഴെ ഇറങ്ങി വന്നോ, എന്നെ അങ്ങോട്ട് കയറ്റരുത്. ഇങ്ങോട്ട് ഇറങ്ങി വേടാ, അതോ ഞങ്ങൾ അങ്ങോട്ട് കയറി വരണോ? കയറി പിടിച്ചോണ്ട് വേടാ, വലിഞ്ഞ് കയറടാ അങ്ങോട്ട്. ഈ മരം ശരിയില്ല, ഇവൻ ഏത് മരത്തിലും കയറും. ആഹാ, കേറി പിടിച്ചോണ്ടോടാ, വലിഞ്ഞ് കയറടാ അങ്ങോട്ട്. ഇത്ര വലിപ്പായിട്ട് മരത്തുമ്മ കയറാറില്ലേ? കേറ്. ഇനി ഇവനൊന്ന് ശ്രമിച്ചു നോട്ടെ. ഇങ്ങോട്ട് കയറണം. ഓ, എനിക്ക് മരത്തുമ്മ കയറാൻ അറിയില്ല. ഞങ്ങള് പഠിപ്പിച്ചു തരടാ. ഇങ്ങനെ തന്നെ ഇത് പഠിക്കരുത്. വലിഞ്ഞ് കയറടാ, അങ്ങോട്ട് പിടിക്കണം. എൻ്റെ അമ്മോ. വീരപ്പൻ മരത്തിലിരിക്കട്ടെ, തൽക്കാലം നമുക്ക് ഇവനെ കിട്ടിയാലും മതി. എന്നാ പൊക്കിക്കോ. എന്നെ കിട്ടി നിങ്ങൾക്ക് എന്താ കാര്യം? എന്നെ താഴെ ഇറക്കടാ. നിന്നെ ഞങ്ങൾ അറക്കോടാ. വീരപ്പനെ കൈ കിട്ടാതെ നിനക്ക് ഇനി രക്ഷയില്ലടാ. എന്നും ഓരോ കാര്യം പറഞ്ഞ് നീ ഇങ്ങോട്ട് തന്നെ വരുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ ജ്യേഷ്ഠന്മാരോടല്ലാതെ സ്വന്തം ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പെങ്ങളുടെയും കാര്യം പറയാൻ പറ്റുമോ? നാട്ടുകാരുടെ മുമ്പിൽ തെണ്ടാൻ ഇറങ്ങണോ? അതോ ഉമ്മയുടെ ഫോട്ടോ കൊടുത്ത് കനിവുള്ളവരെ കനിയൂ എന്ന് സഹായം അഭ്യർത്ഥിച്ച് പത്രത്തിൽ പരസ്യം ചെയ്യണോ? അതോ പലിശക്ക് കടം വാങ്ങണോ? നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഇക്കാനെ കണ്ടില്ലേ? ബാപ്പ പോയി കണ്ടിരുന്നു. എന്നിട്ടെന്താ പറഞ്ഞത്? പണ്ടവും പണവും കൊടുത്ത് പെങ്ങളെ കെട്ടിക്കണ്ടാന്ന്. അല്ലെങ്കിലും അതാണല്ലോ അതിൻ്റെ ശരി. ആ ശരിയും കൊണ്ട് എത്ര കാലം നടക്കും? സജനാക്ക് വയസ്സ് 22 ഇതുവരെ വന്നവർക്കൊക്കെ വേണം പണ്ടവും പണം. ഇപ്പോൾ വന്ന ടീം 30 പവൻ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, പണം വേണ്ട. ആ 30 പവൻ എങ്ങനെ ഉണ്ടാക്കും സിറാജെ? നീയും ഇക്കയും വിചാരിച്ച അതിനൊന്നും ഒരു പ്രയാസമില്ല. പെങ്ങളെ ഞങ്ങളെ രണ്ടാളുടെയും തല കെട്ടിവെച്ച് നീ തടിയൂരുന്നത് ശരിയല്ല. പറമ്പിലെ വരുമാനം മുഴുവൻ നീയല്ലേ എടുക്കുന്നത്. ഞാനതിൻ്റെ കണക്കൊന്നും ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഓരോ പ്രാവശ്യവും നീ ഓർമ്മപ്പെടുത്തുന്ന പറമ്പിലെ പിരിവിൻ്റെ കണക്ക് നിനക്കും ഒന്ന് പരിശോധിച്ചുകൂടെ? 24 സെൻറ്റ് സ്ഥലം, 4 തെങ്ങ്, 13 കഴുങ്ങ്, 5 വാഴ, പിന്നെ ചില്ലറ ചേമ്പും മഞ്ഞളും. ഇതല്ലേ നീ എപ്പോഴും പറയുന്ന പറമ്പിലെ പിരിവ്? അതിൻ്റെയൊക്കെ കണക്ക് ഒരിക്കൽ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇനി വീടിൻ്റെ കണക്ക് കൂടി പറയാം. മരമൊക്കെ ചെതലരിച്ച് ഏത് നിമിഷവും തലയിൽ വീഴാൻ പാകത്തിലാണ് വീട് നിൽക്കുന്നത്. ശക്തമായൊരു കാറ്റടിച്ചാൽ മതി 5-6 മയ്യത്തുകൾ ഒരുമിച്ച് കിട്ടും. അതിനുള്ള വെള്ളത്തുണിയെങ്കിലും കണക്ക് പറയാതെ വാങ്ങിക്കൊടുക്കണം രണ്ടാളും. നിങ്ങളൊക്കെ ഒന്നും തരില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇരക്കാൻ വരുന്നത് എൻ്റെ ബാപ്പ നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കരുതെന്ന് ഓർത്തിട്ടാ. ഇനി മേലിൽ സിറാജ് ആണാണെങ്കിൽ നിന്റെ ഒന്നും ഔദാര്യം ചോദിച്ച് ഈ മുറ്റത്ത് കാല് കുത്തില്ല. പിന്നെ ഇത്രയും കാലം ഞാൻ സംരക്ഷിച്ച എൻ്റെ പെങ്ങളെ കല്യാണം ഞാൻ തന്നെ നടത്തും. നീ എപ്പോഴും കണക്ക് ചോദിക്കുന്ന ആ 24 സെന്റ് ഭൂമിയില്ലേ, അതിലെ 10 സെന്റ് വിറ്റിട്ടെങ്കിലും. പിന്നെ മഹാന്മാരായ 2 മക്കൾക്ക് ജന്മം നൽകിയ 2 പാവം മനുഷ്യരുണ്ട് അവിടെ നരകിച്ച് കഴിയുന്നു. അവരറിയാതെ ഒന്ന് പ്രാർത്ഥിച്ചു പോയാ തകർന്ന് വീഴും നിന്റെയൊക്കെ സ്വപ്ന സാമ്രാജ്യം. നിന്റെ ഭാര്യയോടും പറഞ്ഞേക്ക്.
വഴക്ക് പറഞ്ഞ് ആരെയും നന്നാക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യം അത്. ഒന്നോ രണ്ടോ ആള് ചിലപ്പോൾ നന്നായി എന്ന് വരാം, പക്ഷെ അത് ആദ്യം തന്നെ അറിയാം. മനാഫിനെ വഴക്ക് പറഞ്ഞ് നന്നാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ നാശത്തിലായിരിക്കും അത് കലാശിക്കുക. പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ആർക്കും അത് ഇഷ്ടാവൂല, അതും മക്കളുടെ മുമ്പിൽ വെച്ച്. എന്താ ചെയ്യപ്പ, വീണ്ടും വീണ്ടും പറഞ്ഞു പോവാണ്. പുറത്തിറങ്ങിയാൽ അവനെക്കുറിച്ച് എന്തെല്ലാം കേൾക്കണം. ഞങ്ങളുടെ കാര്യം പോട്ടെ, ഉപ്പ നാട്ടുകാരുടെ മുമ്പിൽ ചെറുതാവുന്ന കാണുമ്പോഴാണ്. അതൊന്നും സാരല്ല മക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ അവനെ നന്നാക്കിയെടുക്കാൻ കഴിയും. എന്തായാലും നിങ്ങളുടെ ചോര തന്നെയല്ലേ അവനും. അത്ര മോശക്കാരനാകാൻ കഴിയോ അവന്? ഇന്ന് മുതൽ നിങ്ങൾ രണ്ടാളും ഓനോടൊരു സ്നേഹിതനെ പോലെ പെരുമാറണം. അതോടുകൂടി അവൻ്റെ മനസ്സ് മാറും. അല്ലപ്പാ, നമുക്ക് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? വഴി വെച്ച് നടക്കുന്ന മക്കളെ നന്നാക്കാൻ പല രക്ഷിതാക്കളും നടത്തുന്ന ഒരു കുറുക്ക് വഴിയാണ് കല്യാണം. അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഒന്നുകിൽ ആ പെൺകുട്ടി കണ്ണീര് കുടിക്കും, അല്ലെങ്കിൽ അടിമയെപ്പോലെ ജീവിക്കണം. തൽക്കാലം ആ ഒരു പരീക്ഷണം വേണ്ട. ഇത് കഴിച്ചാൽ മതി, സുഖാവും. പുകവലി നിർത്തണം കേട്ടോ. വരൂ, ഇരിക്കൂ. എന്താ പറഞ്ഞോളൂ. ഞാൻ ഒരു രോഗിയായിട്ട് വന്നതല്ല, ഡോക്ടറോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. എന്താണെങ്കിലും പറഞ്ഞോളൂ. ഇന്നലെ ഇവിടെ അഡ്മിറ്റായ സെയ്താലി എന്ന രോഗിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വന്നതാണ്. എന്താ അയാളുടെ സ്ഥിതി? ഹാർട്ട് പേഷ്യൻ്റാണ്. 6 മാസമായി എൻ്റെ ചികിത്സയിലാണ്. ഓപ്പറേഷനിലൂടെ അല്ലാതെ രോഗം മാറില്ല. അതുകൊണ്ടാണ് പൂർണ്ണ വിശ്രമം പറഞ്ഞത്. ഇന്നലെ ജോലിക്ക് പോയത്രേ, അവിടെ തളർന്നു വീണു. ബോധമില്ലാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ICUലാണ്. സീരിയസ് ആണോ? ഇപ്പോൾ നോർമലായി വരുന്നുണ്ട്, എങ്കിലും ഓപ്പറേഷൻ നിർബന്ധമാണ്. സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരാളെന്ന് പരിഗണന വെച്ച് മരുന്നും മറ്റു ചിലവുകളും സൗജന്യമാണ്. എന്നാലും ഏകദേശം ഒരു 70,000 രൂപ ചിലവ് വരും. ഓപ്പറേഷൻ തിരുവനന്തപുരത്ത് വെച്ചാണ്. ചിലവ് എത്ര വന്നാലും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. സെയ്താലിക്കയുടെ ചികിത്സയ്ക്ക് ഒരു കുറവും വരുത്തരുത്. ഇത് 50,000 രൂപയുണ്ട്, അഡ്വാൻസ് ആണ്. ബാക്കി തുക ഡേറ്റ് ഫിക്സ് ചെയ്താൽ ഇവിടെ എത്തും. പക്ഷെ ഒരു കാര്യം, ഇതാരാണ് തന്നതെന്ന് തൽക്കാലം ആരും അറിയണ്ട. ബാപ്പായുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ ഉമ്മയെ ഞാൻ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും. 2-3 മാസത്തെ ചികിത്സ മതി, ഉമ്മ എണീറ്റ് നടക്കും. ഞാൻ ആശുപത്രിയിലൊന്ന് പോട്ടെ. ബാപ്പാനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ബുധനാഴ്ച തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. ഉമ്മ പ്രാർത്ഥിക്കണില്ലേ ബാപ്പാക്ക് വേണ്ടി? എൻ്റെ കുട്ടി എന്നാണ് ഈ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറി കാണുക? സാർ, ഞങ്ങളിനി എന്താ ചെയ്യണം? കെട്ടിത്തൂങ്ങി ചാവ്. സ്ഥാപനത്തിന് നഷ്ടത്തിലുള്ള കണക്കല്ല എനിക്ക് കേൾക്കേണ്ടത്. അത് ലാഭത്തിലാക്കാനാ നിങ്ങളെ 2-3 കോന്തന്മാരെ അവിടെ പണ്ടാരമടക്കിയത്. എന്നിട്ട് വന്നിരിക്കുന്നു നഷ്ടത്തിന്റെ കണക്കും കൊണ്ട്. പറയടാ, എന്താ ബിസിനസ് നഷ്ടത്തിലാവാൻ കാരണം? ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സാർ. ഇപ്പോൾ ബിസിനസ് വളരെ ഡള്ളാണ്. ആ കാര്യം പറഞ്ഞ് തടിയുരാൻ നോക്കണ്ട. ബിസിനസ് കൂട്ടാനുള്ള വഴികൾ അതേത് വളഞ്ഞ വഴിയായാലും ശരി ചെയ്തോളണം. അടുത്ത പ്രാവശ്യം നഷ്ടത്തിന്റെ കണക്കുമായി ഇവിടെ വന്നാൽ 3ന്റെയും ശവമായിരിക്കും ഇവിടെ വീഴുന്നത്. അടുത്ത മാസം ശരിയായിക്കൊള്ളുമെന്ന പതിവ് പല്ലവിയുമായി വീണ്ടും ഇവിടെ വരരുത്. മനസ്സിലായല്ലോ? ഹലോ. ആ
എന്താ കറിയാച്ചാ? നമ്മുടെ കണക്കിൽ ഒരു 4-5 മാസത്തെ കുടിശ്ശിക കാണുമല്ലോ മുതലാളി. ഒരു മാസം കുടിശ്ശിക വന്നാൽ അതിൻ്റെ പലിശ അടുത്ത മാസം കണക്കിൽ വരും. അതാ നാട്ടു നടപ്പ്. പിന്നെ കള്ളക്കണക്കാണെന്നൊന്നും പറഞ്ഞേക്കരുത്. എന്ന് വെച്ചാൽ 5 മാസത്തെ പലിശ ഇനത്തിൽ 2,1468 രൂപ 30 പൈസ വരും. അതിൽ 30 പൈസ ഞാൻ വിട്ടു. ബാക്കിയുള്ള കുടിശ്ശിക ഉടനെ തീർക്കണേ മുതലാളി. അരിപ്രശ്നമാണേ. മാത്രമല്ല മുതലാളിക്കറിയാലോ ആ ദണ്ഡപാണ്ടിയെ. അവനെപ്പോലത്തെ 5-6 തടിമാടന്മാരെ തീറ്റി പോറ്റാൻ എന്നാ ചെലവാ. അപ്പോ ഞാനങ്ങോട്ട് വരണോ അതോ മുതലാളി ഇങ്ങോട്ട്? കറിയാച്ച, ഒരു 2 മാസത്തെ അവധി കൂടി തരണം. മുഴുവൻ സംഖ്യ അടച്ചു തരാം. പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ടാ. ഓ ഓ ഓ വന്നത് തന്നെ. നിങ്ങൾക്ക് എന്താ കൃത്യമായ പലിശ ഇങ്ങ് അടച്ചു തീർത്താ? എന്തോ പറഞ്ഞത്? കൃത്യമായി പലിശ അടക്കാൻ നിന്റെ തന്ത എത്ര ചാക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ടടി? മര്യാദക്ക് എന്റെ മുമ്പിൽ നിന്ന് പോയിക്കോ. നീ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. ഞാൻ എന്ത് കുന്തം ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇനി ഞാൻ ആദ്യം മുതൽ പറയണോ? നിന്റെ കുടുംബ മഹിമക്കനുസരിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവരികയല്ലായിരുന്നോ നിന്റെ ഒരേ ലക്ഷ്യം? നിന്റെ ആങ്ങളൊക്കെ ആനയുണ്ട്, നിന്റെ അമ്മാവന് ചേനയുണ്ട്, നിന്റെ മറ്റവന് ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ട് എന്തായടി? മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഒരു ഭാഗത്ത് നിന്ന് ജപ്തി തുടങ്ങി, അറിയോ? അതൊന്നും എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കഴിവുകേടാ. ഇതൊക്കെ എന്റെ ആങ്ങളമായി അറിഞ്ഞാൽ. ചേലക്കാതെ പോയിക്കോ. നിന്റെ ആങ്ങളമാരുടെ മാത്രം വിളമ്പിയത് മതി. എന്നെ കൊല്ലാൻ വന്നിട്ടൊന്നും കാര്യമില്ല. ഹലോ, അതെ. ആ, നീ വീട്ടിലുള്ള കാര്യം അസൈനാര് പറഞ്ഞപ്പോഴാ അറിഞ്ഞത്. നീ ഇങ്ങനെ ചടഞ്ഞു കൂടി അകത്തിരിക്കാതെ ഒന്ന് പുറത്തിറങ്ങ്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. പുറത്തിറങ്ങിയ നാട് വിടണം, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ ചടഞ്ഞിരിക്കണം. അതാ ചങ്ങാതി എൻ്റെ അവസ്ഥ. നീ ഞാൻ പറയുന്നത് കേക്ക്. നമ്മുടെ ഒമാൻ ഓർക്കസ്ട്ര അവതരിപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ 2000 രൂപ ഞാൻ വാങ്ങിത്തരാം. സ്റ്റേജിൽ കയറി നാട്ടുകാരെന്നെ പൊക്കിയിട്ട് ഇടിക്കുന്നത് നിനക്ക് കാണണം അല്ലട ഉണ്ടേ? അതിന് പരിപാടി ഇവിടെയൊന്നും അല്ലടേ, താമരശ്ശേരിയില. അവിടെ നിന്നെ ആരറിയാനാളിയാ? ആ, ഞാൻ വരാം. പക്ഷേ ഒരു കാര്യം, 2000 രൂപ എൻ്റെ കയ്യിൽ തന്നെ തരണം. അത് കരുതിയിട്ടാ ഈ ഒരു സാഹസത്തിന് ഞാൻ ഇറങ്ങുന്നത്. അത് ഞാൻ ഏറ്റളിയാ, നിന്റെ കയ്യിൽ തന്നെ തരും. ആ, ഓക്കെ. പിടിക്കാനെ ആ നിസ്കരിച്ച് എനിക്കത് അന്തല്ലാതെയാ സൈനബ. ജിത് എങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിക്കണ്? കിബില മാറിയെന്ന് എനിക്ക് വല്ല വഹിയും കിട്ടിയോ? ഓ, പേശൻ ഒപ്പിച്ചുള്ള നിസ്കാര കുപ്പായോ? ഇത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്ക്. ഇങ്ങോട്ട് ഇതെന്താ മസിൽ പിടിക്കണ്? പൊന്നാര സൈനബ, എന്നോട് കുസ്തി പിടിക്കാൻ എനിക്കാവൂല. ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്ക്. ആഹാ, അത് ശരി. അന്യപുരുഷന്മാരെ കണ്ടിട്ടാലേ. എന്നുവെച്ചത് ആദ്യം പറയണ്ടേ, ഏതാണ് ഈ ബിലീസുകൾ? ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ആരാത്?
ഒന്നിങ്ങോട്ട് വരുമോ? ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഇങ്ങോട്ട് വരി. സ്വകാര്യാട്ടോ. അതെ, അകത്ത് നിസ്കരിക്കുന്ന ആളെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരൂ. കൊടുക്ക്. ശരി എന്നാ ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അങ്ങനെ അത് കിട്ടി. ഇനി അവന്റെ ഇനി ഒന്നും ആലോചിക്കാല്ല, തല്ലി കയ്യും കാലും ഒളിച്ചിടുക. അങ്ങനെ കൊല്ലണം എന്നാ എൻ്റെ അഭിപ്രായം. വേണ്ട വേണ്ട, കൊല്ലണ്ട. ഒന്നാ കാശ് പോയില്ലേ, ഇടിച്ചു ഒതുക്ക. ഇങ്ങനെ 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 പൊടിയാക്കണം. ഏയ് ഏയ് ഏയ്, എന്താ ഇത്? എന്തൊരു നടത്തായത്? ഒന്ന് നേരെ നടത്തി വെച്ചാ. എന്നും ചോദിക്കാനായോ? പഠിച്ച തമ്പുരാനെ ബാക്കിൽ ഞാൻ മണ്ടി കൂടിയടാ. നിങ്ങളുടെ മയ്യത്ത് ഞാൻ എടുക്കും. ഇന്ന് അധികം ഓടിക്കരുത്, മര്യാദക്ക് അവിടെ നിന്നോ. എങ്ങട്ടാ മനസ്സങ്ങളി മതം പൊട്ടി പായില്? നിങ്ങക്ക് പിരാന്തായോ? സൈനബ, ഈ കുളിമുറിയില. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അകത്തുനിന്ന് പിടിച്ചു പിടിച്ച പെണ്ണ ഏതാ? പഠിച്ചോനെ, അപ്പൊ ഞാൻ കുളിമുറി കയറി തക്കം നോക്കി നിങ്ങൾ വേറെ പെണ്ണിനെ അകത്ത് കേട്ടില്ല മനസ്സാ? എനിക്ക് ഇനി ജീവിക്കണ്ടോ? എന്റെ കുളി എന്താണ് കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക്. ആരാപ്പത് 2-3 ആൾക്കാർ ഒളിച്ചു നിൽക്കണ ഇവിടെ? എന്താ ഇവിടെ നിൽക്കണേ? ആ കാക്കേ ഞങ്ങളേക്ക് 100 റുപ്യ വാങ്ങിയിട്ടുണ്ട്. അത് ചോദിക്കാൻ തന്നെ ഞങ്ങളിട്ട് ഇങ്ങനെ ആട്ടണത്. അത് വാങ്ങി തന്ന 50 റുപ്യ ഞങ്ങൾക്കാ. അവസാനം വാക്ക് മാറരുത്. വാക്ക് പറഞ്ഞാ വാക്കാ. ശരി, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. കാക്ക് ഒന്നും ഇങ്ങോട്ട് പുറത്തിറങ്ങിക്കേ. ഒരു കാര്യം ചോദിക്കാനാ. കാക്കേ, ആ കുട്ടിയൊക്കെ കൊടുക്കണം തരി. ജോലാളാ? ആ, ഇവിടേക്ക് ഞാൻ കൊണ്ടുവരാം. ചോദിച്ച മാതിരി ചോദിച്ചപ്പോ പോണ പോക്കുണ്ടല്ലേ. കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവൻ വേണമെങ്കിൽ മണ്ടിക്കോളി ചങ്ങന്മാരെ. ഇതെന്താ എവിടെ നിന്നാലും അടി തന്നെയാണല്ലോ. നിങ്ങളൊക്കെ കൂടി എന്നെ പിരാന്താക്കിയിട്ട് അടങ്ങുള്ളൂലേ. ഇതാ എനിക്ക് പിരാന്തായി. ഇനി ഞാൻ പിടിച്ചാ കിട്ടൂല. ഞാൻ അടുത്ത മാസം ഹജ്ജിന് പോവുകയാണ്. അതുകൊണ്ട് ഇടപാടൊക്കെ ഞാൻ മടങ്ങി വരുന്നവരെ എൻ്റെ മോൻ ഹബീബാ കൈകാര്യം ചെയ്യണത്. ഞാൻ ഓൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. പാപ്പാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? ഓ, വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാശിന് ഇത്ര ടൈറ്റ് വരാൻ കാരണം. 1 ലക്ഷം രൂപ ആശുപത്രിയിൽ അടച്ചത് ഞാനാ. ഇനി അടുത്ത ആഴ്ച ഉമ്മയെ കോയമ്പത്തൂർ കൊണ്ടുപോകണം. 10-60,000 രൂപ അതിനു വേണ്ടി നീക്കി വെച്ച് കഴിഞ്ഞു. പെങ്ങളെ കാര്യം എന്തായി? ഒന്നും ശരിയായിട്ടില്ല. പറ്റിയ ഒരാളെ കിട്ടണ്ടേ? പണ്ടവും പണവും എത്രയും കൊടുക്കാൻ ഞാൻ തയ്യാറാ. ആ പോരൊന്ന് ശരിയാക്കി കൊടുക്കണം. പൊളിഞ്ഞാടാനയക്കണത്. എന്തിനാ അവരെല്ലാവരും കൂടി ആ വീട്ടിൽ കഴിയണത്? എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നോക്കി, കേൾക്കണ്ടേ? അന്നെ പോലെ ഒരു മോനുണ്ടാകുക എന്നുള്ളത് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഭാഗ്യാണ്. ജലാല് കാശിനാണോ വന്നത്? അതെ. എത്ര വേണ്ടി വരും? 5 ലക്ഷം. രേഖ എന്താ ഉള്ളത്?
സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തരാം, ബ്ലാങ്ക് ചെക്കും. അതുകൊണ്ടെന്താ കാര്യം? ബാങ്കിൽ ക്യാഷില്ലെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് അകത്താക്കാം. അതുകൊണ്ട് എൻ്റെ കാശ് തിരിച്ചു കിട്ടുമോ? കൽപ്പറ്റയിലെ ജ്വല്ലറി വട്ടിക്കാർ പിടിച്ചെടുത്തു. മണ്ണാർക്കാട്ടെ ടെക്സ്റ്റൈൽസും കോളേജ് വണ്ടിയും ബാങ്കുകാർ ജപ്തി ചെയ്തു. എറണാകുളത്ത് തുടങ്ങിയ ടെക്സ്റ്റൈൽസ് പൂട്ടി. ഇനിയിപ്പം ബാക്കിയുള്ളത് വീടും ആ നിൽക്കുന്ന സ്ഥലവുമാണ്. അതിൻ്റെ മുഴുവൻ രേഖകളും കറിയാച്ചൻ്റെ കയ്യിലല്ലേ? ഇന്നോ നാളെയോ അതും കറിയാച്ചൻ്റെ കയ്യിലാവും. അതുകൊണ്ട് ക്യാഷ് തരാൻ ബുദ്ധിമുട്ടുണ്ട് ജലാൽ. തെക്കേപ്പുറത്തെ 2 ഏക്കർ തെങ്ങിൻ തോട്ടമുണ്ട്, അത് വിലക്ക് തരാം. അതിൻ്റെ ആധാരം ജനാർദ്ദൻ്റെ കയ്യിലല്ലേ? എത്ര ലക്ഷം കൊടുത്താലാ അത് തിരിച്ചു കിട്ടുക? അതുകൊണ്ട് ജലാൽ വേറെ എന്തെങ്കിലും വഴി അന്വേഷിക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീടിന്റെ ആധാരം തരില്ല. അത് പറയേണ്ടത് നീയല്ലല്ലോ, ബാപ്പ പറയട്ടെ. ഇക്ക ഞാൻ പറയുന്നു കേൾക്കാം. പ്രായമായ ബാപ്പയെയും ഉമ്മയെയും കൊണ്ട് എന്നെ തെരുവിലിറക്കരുത് പ്ലീസ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ബാപ്പയെ വേദനിപ്പിക്കരുത്. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. പണയം വെക്കാൻ ആധാരം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട എൻ്റെ വിഹിതം ഇങ്ങ് തന്നേക്ക്, ഞാൻ വിറ്റോളാം. ആകെ 24 സെന്റ് ഭൂമിയുണ്ട്. ബാപ്പ കണ്ണടച്ചിട്ട് പോരെ ഓഹരി വെക്കലൊക്കെ. അതിനുശേഷം എൻ്റെ ഓഹരി കൂടി ഞാൻ ഇക്കാക്കങ്ങ് തന്നേക്കാം. ഇതിനു വേണ്ടി എൻ്റെ മക്കൾ പരസ്പരം തമ്മിലടിക്കണ്ട. എന്നാ ഇത് അവനെടുത്തോട്ടെ, എന്താച്ചാ ചെയ്യട്ടെ. ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും എടുത്താലും തീരാത്തത്ര മുതല് പടച്ച റബ്ബിന്റെ ഖജനാവിലുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് പടച്ചോൻ ചിലപ്പോൾ ചിലർക്ക് കൊടുക്കും. അതൊരു പരീക്ഷണവും ആവാ, ചിലപ്പോൾ ഒരു അനുഗ്രഹവും ആവാ. നമുക്ക് പടച്ചോനോട് ചോദിക്കാം. ഇവിടുന്ന് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി നാളെ പരലോകത്തുനിന്ന് തന്നോളും. മോനെ ജലാലെ, പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും മേൽക്കുമേൽ വന്നിട്ടും പലിശ ഇടപാടിന്ന് വിട്ടു നിന്നോല ഞാനും എൻ്റെ കുട്ടികളും. അതുകൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഈ വീട്ടിൽ എന്നും ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ ഹലാലായ 3 കണ്ടം തുണി ഇവൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്നോളൂ. മൂത്ത ജ്യേഷ്ഠൻ്റെ അധികാരം പറഞ്ഞ് എൻ്റെ ഹറാമിൻ്റെ ഒരു ഉറുപ്പ്യ പോലും എനിക്ക് മാറ്റി ചെലവാക്കരുത്. പാപ്പാൻ്റെ വസിയത്ത് അതെങ്കിലും ഇത് അനുസരിക്കണം. വാ വാ വാ. കൊള്ളാം. ബാപ്പയുടെയും മക്കളുടെയും നാടൻ കളി അസ്സലായി. 3-4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ എണ്ണി വാങ്ങുമ്പോൾ എവിടെയായിരുന്നു ഈ ആധാരം? അന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞ് യാചിച്ചിട്ടാ യാതൊരു രേഖയുമില്ലാതെ ഇത്രയും കാശ് ഹബീബ് എണ്ണിത്തന്നത്. മനസ്സിലായോ? പിന്നെ കൊടുത്ത കാശും അതിലപ്പുറവും തിരിച്ചു പിടിക്കാൻ ഹബീബിന് യാതൊരു രേഖയുടെയും ആവശ്യമില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണല്ലോ ഇപ്പോൾ നീ. അതിൽ നിന്ന് കഴിയുന്നത്ര നട്ടും വോൾട്ടും ഊരിയെടുത്താൽ അത്രയും കിട്ടി. അതുകൊണ്ട് തൽക്കാലം ഇത് ഞാൻ കൊണ്ടുപോകുന്നു. എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്, നോക്കിക്കോ. എന്തിനാ മോനെ ഇത്ര വലിയ കാശ് കടം വാങ്ങിയത്? ഞാനോ? അപ്പൊ ബാപ്പയല്ലേ വാങ്ങിയത്? ഞാൻ അങ്ങനെ വാങ്ങൂ? നീ എന്താ ഈ പറയണേ? എന്നാൽ ഇതിലെന്തോ ചതിയുണ്ട് ബാപ്പ, ഒരു വലിയ ചതി. ഉപ്പ എന്നെ വിളിച്ചോ? ആ വാ ഇരിക്ക്. വാ ഇങ്ങോട്ട് അടുത്തിരിക്ക്. ഉപ്പ എന്തിനാ വരാൻ പറഞ്ഞത്? ഖുർആനില് ലുക്മാൻ തൻ്റെ മകനെ ഉപദേശിക്കുന്ന വികാരനിർഭരമായൊരു രംഗമുണ്ട്. നീയും പഠിച്ചിട്ടുണ്ടാവും. ഒരു പിതാവിൻ്റെ ബാധ്യത
അതെന്നെ ഓർമ്മപ്പെടുത്തുന്നു. മോനെ, എനിക്കിനി അധിക കാലം ബാക്കിയില്ല. പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ എൻ്റെ ഒരു മകനെക്കുറിച്ചുള്ള വേദനയും കൊണ്ട് പോകണം എന്നുള്ള കാര്യം മനസ്സിനെ അലട്ടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നബിമാർ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി ലഭിക്കുന്നത് ശുഹദാക്കൾക്കാണ്, അള്ളാൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർക്ക്. അങ്ങനെയുള്ള ഒരു രക്തസാക്ഷി പോലും കടബാധ്യതയോട് കൂടിയാണ് ഇവിടുന്ന് പോയതെങ്കിൽ അയാൾക്ക് സ്വർഗം ലഭിക്കുകയില്ല. കടം വരുത്തി വെക്കുമ്പോൾ ഇക്കാര്യം ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ബൈക്കും കാറും വാങ്ങാനും ഓടിട്ട വീട് ടെറസാക്കാനും ടെറസ് വീടിന് മാളിക പണിയാനും പുതിയ ബിസിനസ് തുടങ്ങാനും കുട്ടികളെ ഉയർന്ന പഠനത്തിനയക്കാനും പലിശക്ക് കടം വാങ്ങുന്ന കാലമാണിത്. പണക്കാരെ പോലെ ജീവിക്കാൻ ചെറുപ്പക്കാർ പണിയെടുക്കാൻ പോവാതെ ലോട്ടറി ടിക്കറ്റും വാങ്ങി കീശയിലിട്ട് നടക്കുകയാണ്, ഭാഗ്യം വരുന്നതും കാത്ത്. പണത്തിനോടുള്ള ആർത്തിയാണ് മനുഷ്യൻ്റെ എല്ലാ നാശത്തിൻ്റെയും തുടക്കം. മനസ്സിൽ നിന്ന് അത് ഉപേക്ഷിച്ചാൽ മനുഷ്യൻ ഐശ്വര്യവാനായി. കടബാധ്യതയോടുകൂടി മരിച്ച ഒരാളുടെ മയ്യത്ത് നബി നിസ്കരിച്ചില്ല, കാരണം അത്തരക്കാർക്ക് സ്വർഗം നിഷിദ്ധമാണ്. എന്നാൽ മനുഷ്യന്മാർക്ക് കടം വാങ്ങാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് കടബാധ്യതകൾ എഴുതി വെക്കണമെന്ന് റസൂല് പഠിപ്പിച്ചത്. മരിച്ചാൽ ജീവിച്ചിരിക്കുന്നവർക്ക് കടം വീട്ടാലോ? അങ്ങനെ ചെയ്യാതെ ഒരുത്തം മരിച്ചാൽ പോട്ടെ, ഷഹീദായാൽ പോലും അവൻ നരകത്തിലായിരിക്കും. ഞാൻ ഇത്രയും നീട്ടിപ്പറഞ്ഞത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായോ? മരിച്ചു ചെല്ലണത് സ്വർഗത്തുക്കാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏത് സമയവും അത് മാത്രം എൻ്റെ പ്രാർത്ഥന. പക്ഷേ ആ സ്വർഗത്തിൽ എൻ്റെ മക്കളില്ലാത്തൊരവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ പൊന്നുമോൻ ഉപ്പാൻ്റെ നെഞ്ചിലെ ഈ ഭാരം ഒന്ന് ഇറക്കിത്തരണം. എൻ്റെ അറിവിൽ
മുതലാളിക്കുള്ള എല്ലാ ഇടപാടും നമ്മൾ വീട്ടിൽ കഴിഞ്ഞ് ഇനി ഒന്നും ബാക്കില്ല. ഉണ്ട് കോയക്ക, ഒരാധാരം കൂടി തിരിച്ചു കൊടുക്കാനുണ്ട്. എന്നോട് ക്ഷമിക്കണം. മറ്റൊരാവശ്യത്തിനായിരുന്നു അന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോഴാണ് നിൻ്റെ ജ്യേഷ്ഠൻ ആധാരം കയ്യിലാക്കിയത് കണ്ടത്. നിങ്ങളെ രക്ഷിക്കാൻ എനിക്കപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. നന്ദിയുണ്ട്. അന്ന് നിങ്ങളങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ വീടും പറമ്പും ഏതെങ്കിലും ഒരു പലിശക്കാരൻ്റെ കയ്യിലാകുമായിരുന്നു. പിന്നെ മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളെ വല്ലാതെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ വല്ലാത്ത കുറ്റബോധം. എന്നോടൊന്നും തോന്നരുത്. ഏയ്, നിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും. ഉപ്പ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളോടൊക്കെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കും. പ്രിയപ്പെട്ട ഉപ്പക്ക് അസ്സലാമു അലൈക്കും. ഉപ്പയുടെ അന്നത്തെ വാക്കുകൾ കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ കിടന്ന് നേറുകയാണ്. കുറേ ആലോചിച്ചെടുത്ത തീരുമാനമനുസരിച്ച് ഞാൻ പോവുകയാണ്. ഈ പോക്ക് മറ്റുള്ളവരെ പറ്റിച്ചുള്ള ഒരു മുങ്ങലല്ല, പകരം ജോലി അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ്. ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അധ്വാനിക്കും. ആ സമ്പാദ്യം കൊണ്ട് വേണം ഞാൻ വരുത്തിവെച്ച എൻ്റെ കടം വീട്ടാൻ. ഉപ്പയോട് പറഞ്ഞിരുന്നെങ്കിൽ കടം വീട്ടാനുള്ള പണം തരുമെന്നറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിലെനിക്കൊരു ത്യാഗത്തിൻ്റെ സംതൃപ്തിയില്ല. ഞാനിടയ്ക്ക് ഫോണിലൂടെ ബന്ധപ്പെടും. മനുഷ്യരല്ലേ, അതിനിടയ്ക്ക് മരണം സംഭവിച്ചാൽ എൻ്റെ കടങ്ങൾ ഉപ്പ വീട്ടണം. കൊടുക്കാനുള്ള സംഖ്യയും ആളുകളുടെ പേരും ഇതിൻ്റെ കൂടെയുണ്ട്. എൻ്റെ കാര്യമോർത്ത് ഉപ്പ ദുഃഖിക്കരുത്. ഉപ്പയുടെ മകൻ മനാഫ് ഇനി മുതൽ ഒരു തെറ്റും ചെയ്യില്ല, സത്യം. കടം വീട്ടാനുള്ള പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉപ്പക്കും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ നാട് വിട്ട കാര്യം തൽക്കാലം മറ്റാരും അറിയണ്ട. എൻ്റെ പതിവ് മുങ്ങലായി ഇതും കരുതിക്കൊള്ളും. ഏതു സമയവും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വല്ലിക്കാൻ്റെ മക്കൾ കൂടെയില്ലാത്തതുകൊണ്ട് ഒറ്റപ്പെട്ട പോലെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം, ഉപ്പയുടെ മകൻ മനാഫ്. ഉപ്പ, നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്തു നോക്കിയാലോ? ഏയ്, അതൊന്നും ശരിയാവൂല. വെറുതെ നാട്ടുകാരെയും കൂടി അറിയിച്ചിട്ടെന്താ? ഓൻ തിരിച്ചു വരും. അതിൻ്റെ മുമ്പ് ഓൻ്റെ കടമൊക്കെ നമുക്ക് വീട്ടണം. എന്താ? ഈ കാര്യം ഞാൻ ഉപ്പയോട് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സൈതാലിയേ, എൻ്റെ മോൻ കാണാത്ത കുറച്ച് ഇടപാടുകൂടി ഉണ്ട്. എൻ്റെ ബാപ്പാൻ്റെ കാലത്തുള്ള ഇടപാടാ അത്. എനിക്ക് ഓർമ്മയില്ലേ, വടക്കേ കരയിലെ വലിയൊരു തറവാട്ട് വീടും 3.5 ഏക്കർ സ്ഥലവും. എങ്ങനെ മറക്കൂല്ലേ? ആ വീടും ആ പറമ്പും എൻ്റെ ബാപ്പ എൻ്റെ ബാപ്പാനോട് വിലയ്ക്ക് വാങ്ങിയല്ല, ചതിച്ച് കയ്യിലാക്കിയതാ. അതിൻ്റെ രേഖയായത്. ഇന്ന് മുതൽ ഇതെൻ്റെ സ്വത്താ. പൊന്ന് വെളിയിന് മണ്ണാണത്. തെങ്ങും കവുങ്ങും കുരുമുളകും ഒക്കെ ഉണ്ട് അതിൽ. ഇന്ന് മുതൽ അതിലെ വരുമാനം മുഴുവൻ നിൽക്കാം. മുതലാളിയല്ല, രായൻ. ഇപ്പം മുതലില്ലാത്തവനാ. പിന്നെ എങ്ങനെയാടോ മുതലാളിയാവുക? എന്നാലെന്താ, ഇപ്പം കിട്ടുന്ന മനസ്സിൻ്റെ സുഖം ഇതിനു മുമ്പ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാ ഞാൻ വരട്ടെ സൈതാലി. പോട്ടേടോ, ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ വാ.
ഹാജിയാരെ, ഹാജിയാരെ എങ്ങളെ മോൻ ഓൻ എങ്ങനെ എൻ്റെ കയ്യിലെത്തി എന്നുള്ളത് ഓൻ തന്നെ പറഞ്ഞു തരും. മോനെ, ഇക്കാനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. രണ്ടാക്കൂത പുതിയ ഡ്രസ്സ്, വേഗം പോയി മാറ്റി വന്ന് നമുക്ക് പോണ്ടേ? ചെല്ലടാ, വേഗം വാ. നമുക്ക് താമസിക്കപ്പോ നല്ലൊരു വീടുണ്ട്, കൃഷി ചെയ്യാൻ ധാരാളം ഭൂമിയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൃഷി ചെയ്ത് അവിടെ ഇങ്ങനെ കൂടാ. ഈ പുറപ്പെട്. ഞങ്ങൾ വരുന്നില്ല. ഇക്ക അങ്ങനെ പറയരുത്, ഞങ്ങളോടൊപ്പം വരണം. വാശി കൊണ്ടല്ല ഞാൻ വരാത്തത്. നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. നിങ്ങൾ ഇനി സുഖമായി ജീവിക്കണം. ഞാൻ തിരിച്ചു. മാത്രമല്ല, ഈ കോളനിയിൽ ഇപ്പോൾ പലിശക്കാർ വരാറില്ല. ഞാനിവിടുന്ന് പോയാൽ അവർ വീണ്ടും വന്ന് ഇവിടുത്തെ പാവങ്ങളെ പിഴിയും. ഇതൊക്കെ കണ്ടിട്ട് പാപ്പാക്ക് സഹിക്കാൻ കഴിയണില്ല മോനെ. എനിക്കിവിടെ യാതൊരു പ്രയാസവുമില്ല പാപ്പ. എല്ലാ ദിവസവും പണിയുണ്ട്. ആദ്യമൊക്കെ പണിയെടുത്ത് ഞാൻ വല്ലാതെ തളർന്നിരുന്നു. ഇപ്പം എല്ലാം ശരിയായി. ഏത് പണിക്കും പോകും. ഇപ്പോഴാ ശരീരമൊക്കെ ഒന്ന് ശരിയായത്. മനസ്സമാധാനം ഉള്ളതുകൊണ്ട് നന്നായി ഉറങ്ങുകയും ചെയ്യും. എന്നാ മക്കളെ ഞങ്ങൾ കൊണ്ടുപോകും. ഏയ്, അതൊന്നും ശരിയാവില്ല. അവർ ശരിയായ ജീവിതം എന്താണെന്ന് കണ്ടു പഠിക്കട്ടെ. അല്ലെങ്കിൽ എൻ്റെ ഗതികേട് അവർക്കും വരും. പണം കൊണ്ടെല്ലാം നേടാമെന്ന് കരുതിയവനാണ് ഞാൻ. ക്ഷമ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാം ശരിയാവുമെന്ന് കരുതിയവരാണ് എൻ്റെ ബാപ്പയും അനിയനും ബാക്കിയുള്ളവരും. പണമാണ് എല്ലാ ഐശ്വര്യത്തിൻ്റെയും മാനദണ്ഡമെന്ന് എന്നെ പഠിപ്പിച്ചവരൊന്നും ഇന്നെൻ്റെ കൂടെയില്ല. എൻ്റെ ബാപ്പയുടെ വഴിയായിരുന്നു ഞാൻ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അതാണ് ശരിയെന്നും സത്യമെന്നും കാലം തെളിയിച്ചു തന്നില്ലേ. ഞാൻ വരും, ഇടയ്ക്കൊക്കെ വരും, എല്ലാവരെയും കാണാൻ. ഈ മക്കളെ ഞങ്ങൾ കൊണ്ടുപോകും. കണ്ടില്ലേ അവർ ഒരുങ്ങി നിൽക്കണ്. ഇവരെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഒന്നിനൊരു കുറവുണ്ടാവില്ല. നിങ്ങൾക്ക് പോണോ? പോണെങ്കിൽ പോയിക്കോ. വാ മക്കളെ.
ഉപ്പ, ഞങ്ങൾ പോണില്ല. ഉമ്മ പോയ പോലെ ഉപ്പയെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകൂല. നമുക്ക് ഈ വീട് മതി ഉപ്പ.